ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി അരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ നോർമൽ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കുതിരാൻ വെക്കണം. അപ്പോൾ അരി ആദ്യം തന്നെ കുതിർത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അരി മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കഴുകിയെടുത്ത ശേഷം നമുക്കിത് കുതിരാൻ വെക്കാം. ഇപ്പോൾ അരി ഒരു 4 മണിക്കൂർ കുതിർന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരി ഇവിടെ വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പകരം ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ഏലക്കായൻ്റെ തോട് കളഞ്ഞ ശേഷം കുരു മാത്രം ഇട്ട് കൊടുത്താലും മതി. ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് ഇത് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് മാവ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട, വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബ്രഷ് കൊണ്ട് അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോഴൊരു 1/4 ഭാഗം മാത്രമേ മാവ് ഫില്ല് ചെയ്യാവൂ. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞിട്ട് വെളിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഒരു 1/4 ഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റീമർ ഒന്ന് തുറക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് എന്തെങ്കിലും അതായത് കാഷ്നട്ടും റൈസിൻസും ഒക്കെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ചെറീസും അതുപോലെ തന്നെ ബ്ലാക്ക് റീസൻസും ആണ് വെച്ച് കൊടുക്കുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം വെച്ച് കൊടുത്ത ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കിത് 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടാറുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ അടപ്പ് തുറന്നപ്പോൾ നന്നായിട്ട് വട്ടയപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മാത്രമേ പ്ലേറ്റിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവൂ. പ്ലേറ്റിൽ നിന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാനിവിടെ വട്ടയപ്പം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ പ്ലേറ്റിലൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചൂടാറിയ ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവൂ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ക്രിസ്മസിൽ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.